ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ. ഞങ്ങൾ സഹജ് യോഗ ബഹ്റൈനിലുള്ള ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം കൂടെ ഒരു ഡെസേർട്ട് ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം അത് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. ഞങ്ങൾ ഏതാണ്ട് കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ക്യാമ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വൈഫാണ്, ധനലക്ഷ്മി എന്നാണ് പേര്. നമുക്ക് ചുറ്റിലും ഒരുപാട് ക്യാമ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ വണ്ടിയാണ്. നമ്മൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് വോളിബോളും കുറച്ച് പേര് ക്രിക്കറ്റും കളിച്ചു. സ്റ്റെംസും ബാറ്റും എല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവന്നു. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പേര്, ഒയാസിസ് ക്യാമ്പ് എന്നാണ്. എൻ്റെ മോളാണ് കളിക്കുന്നത്. അവൾക്ക് ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റും, ചെറിയ പ്രായമാണ്, കുഞ്ഞു കൊച്ചാണ്. അപ്പം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ് ആൾ. നമുക്ക് ഒരുപാട് ക്യാമ്പുകളിവിടെ കാണാൻ പറ്റും. ബഹ്റൈൻ്റെ കൊടിയാണ്. ഞങ്ങൾ പട്ടം മേടിച്ചായിരുന്നു, അപ്പം അത് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കന്ദസ്വാമി എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സുരേഷ് ഏട്ടനുണ്ട്. എൻ്റെ മോളും വൈഫുമാണ്. നല്ല തണുപ്പാണ്, കണ്ടോ എങ്ങനെയാണ് പറക്കുന്നതെന്ന്. നല്ല രസമില്ലേ? കന്ദസ്വാമി അണ്ണനാണ് ഞങ്ങളുടെ ഗൈഡ് പട്ടം പറപ്പിക്കാൻ. നല്ല നീറ്റായിട്ട് പുള്ളി ചെയ്തതാണ്. ഭയങ്കര തണുപ്പാണ്. രാത്രി നല്ല രസമില്ലേ കാണാൻ? എന്ത് രസമുണ്ട് കാണാൻ, നല്ല ലൈറ്റ് എല്ലാം കൂടെ. നല്ല ക്യാമ്പാണ്, നല്ല സൗകര്യങ്ങളാണ്, എല്ലാവർക്കും വരാനും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ക്യാമ്പിൽ. നല്ല ഹൈറ്റിലാണ് പറക്കുന്നത്. എൻ്റെ മോക്ക് എന്ത് ചെയ്യണമെന്നറിയാമേ ബോളും വെച്ചിട്ട്. കണ്ടോ, നല്ല രസമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം സിറ്റിങ്സും ഇരിക്കാനുള്ള സൗകര്യങ്ങളും. എല്ലാവരും കുറച്ച് ടയേർഡായി, എല്ലാവരും ഇരിക്കുവാണ്. മോള് ഫുട്ബോൾ കളിക്കുവാണ്. ചെറിയ സ്നാക്സ്. ഒരുപാട് ടയേർഡായി എല്ലാവരും കളിച്ചിട്ടേ. നല്ല തണുപ്പാണ്. രാത്രിത്തെ ഫയർ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് നല്ല ഫുഡായിരുന്നു. ഭരണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഗ്രില്ലെല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ദോശ ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു. എല്ലാം ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ചൂടോടെ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു ഫുഡ്. ഇതിപ്പോൾ ചിക്കൻ ടിക്കയാണ് അവർ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നല്ല ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എൻ്റെ മോളും സന്ദീപയുടെ മോളും കൂടാണ് ഡാൻസ് കളിക്കുന്നത്. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാംസ് എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങളുടെ പ്രദീപേട്ടനാണ്. പുള്ളിയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ബാബു ചേട്ടനാണ്, പാട്ടൊക്കെ പാടുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.